ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖഞ്ഞല്ലേ? ഇന്ന് ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. ട്രാൻസ്ഫർ ടു സൗദാമ്മയുടെ വീട്ടിലേക്ക് പോകാൻ, അതായത് അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാൻ. ഇതാണ് എൻ്റെ അമ്മയുടെ വീട്. അകത്തൊന്നും കാണിക്കാൻ പറ്റില്ല, കാരണം ഇനി അമ്മച്ചി വാരി പൂട്ടി. ഇത് 10 രൂപയ്ക്ക് ചോക്കോബാർ വാങ്ങാൻ പറഞ്ഞ് നിൽക്കുകയാണ്. ഇവിടെ ഞാൻ ഒരു 10 രൂപ എൻ്റെ കയ്യിലുണ്ട്, ഒരു 10 രൂപ അമ്മച്ചിയുടെ നിന്ന് വാങ്ങിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, എൻ്റെ ഒരു സൈഡിലെ മുടി കണ്ടോ, മറ്റേ സൈഡിലൊക്കെ കണ്ടോ ഒരുമാതിരി ഇരിക്കുന്നില്ലേ? ഇങ്ങനെ ഇരിക്കണമായിരുന്നു. ഞാൻ വേറെന്തോ കാട്ടുന്നുണ്ടോ അതൊന്ന് നോക്കി. ഇത് പെർഫെക്റ്റ് അല്ല, പെർഫെക്റ്റ് രീതിയിൽ വേണമായിരുന്നു. ഈ വോയിസ് അവരോട് ഞാൻ സൗദാമ്മയുടെ വീട്ടിലാണ്. ഈ മാർക്കോനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, മാർക്കോ കുട്ടനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബാഗിന് എന്നേക്കാളും വെയിറ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നണത്. അതെടുത്ത് നോക്കിയിട്ട് നാട്ടോടിയാണ്ടിരുന്ന അത് ഭാഗ്യം. അമ്മടി ഞാൻ വീണ്ടും കൊലാക്കിയിരിക്കുന്നു, കലാവ് ഞാൻ ചോദിക്കുന്നു. ആരും എന്നെ ചീത്ത വിളിക്കരുത്. ഈ ബാഗ് കണ്ടോ, ഞാൻ ഇപ്പോൾ എടുത്ത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വീഡിയോ എടുത്തപ്പോൾ ഇപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ബാഗിനേക്കാളും വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞത്. അണ്ട മുട്ട കുണ്ട മുഴുങ്ങി വേണ്ടിയിരിക്കുന്നത് എന്താ ഇപ്പോൾ സെറ്റായി ഇല്ലേ? പോയി 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 ഇപ്പം പോയി. 10 രൂപ എന്താ ഞാൻ പിന്നെ എടുത്ത് കാണിക്കുന്നേ? ഇതാണ്ട ഗൈസ്, നേരെ മുന്നിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ അമ്മച്ചിയുടെ വീടിൻ്റെ നേരെ മുന്നിലത്തെ ആ പരിപാടിയാണ്. ഞങ്ങൾ പടക്കമാക്കിയിട്ട് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ തീ കത്ത് പിടിച്ചിട്ട് വരെ ഉണ്ട്. ഇവിടെ നല്ല പ്ലാന്റി ആയിട്ടുള്ള ഏരിയ ആണ്. ഇവിടെ മാർക്ക് എന്നെ തന്നെ മിഴിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, എന്താണെന്ന് എനിക്കറിയത്തില്ല. കണ്ടാൽ നല്ല ഭംഗിയില്ലേ കാണാൻ. എൻ്റെ അമ്മ പൈസ അവർ ഒറ്റശ്വാസത്തിൽ ഇത്രയും പറഞ്ഞ് എന്നെ നിങ്ങൾ സമ്മതിച്ചു തന്നെ. കുറേ മാങ്ങ ഉണ്ടായി കിടക്കുന്നുണ്ട്. ഞാൻ ഒന്ന് കറങ്ങി നോക്കിയതാണ്. അത് സ്ഥലം, ഇതിൻ്റെ ആ സ്ഥലം കണ്ടോ, ഇതവിടെ കണ്ടോ, ഇതവിടെയാണ്. ഈ സ്ഥലത്താണ് തീ കത്ത് പിടിച്ചത്. എൻ്റെ പാടിപ്പോഴും അവിടെ തന്നെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഞാനും കുഞ്ഞേച്ചിയും കൊച്ചേച്ചിയൊക്കെ കൂടി ഒത്തുചേർന്നപ്പോൾ ഞങ്ങൾ ഒപ്പിച്ചൊരു പരിപാടിയാണ്. വിഷുവിന് കമ്പിത്തിരി കത്തിച്ച് അത് കത്തി തീരണേന് കുറച്ച് മുമ്പ് അത് അങ്ങോട്ട് എറിഞ്ഞ്. അങ്ങനെ ഞാനും കുഞ്ഞേച്ചിയും ചെയ്ത്, പിന്നെ ബാക്കിയുള്ള എല്ലാവരും ചെയ്യാൻ തുടങ്ങി. അപ്പോഴത്തേക്കും അതൊക്കെ കത്തിപ്പിടിച്ച് എൻ്റെ പൊന്നോ. ഗൈസ്, ഇതാണ് എൻ്റെ അമ്മച്ചി. അമ്മച്ചി ഒന്ന് നോക്കി ഹായ് പറ. ഹായ് പറയൂ അമ്മച്ചി. ഹായ് പറഞ്ഞേ. അമ്മച്ചി ചിരിക്കുന്നുണ്ട്, നല്ല ലിപ്സ്റ്റിക് ഇട്ട പോലത്തെ ചുണ്ടില്ലേ അമ്മച്ചിയുടെ. ഞങ്ങളങ്ങനെ നടക്കണേ, ബാഗും തൂട്ടിക്കൊണ്ട് ഞാൻ അവിടെ എത്തുമ്പോഴേക്കും ഞാൻ വല്ല എൻ്റെ നടുവൊടിയെന്നാണ് ഗൈസ് എനിക്ക് തോന്നണത്. ഇത് അമ്മച്ചിയുടെ ഫ്രണ്ടിൻ്റെ വീടാണ്, അത് തങ്കച്ചേച്ചിയുടെ വീടാണ്. തങ്കച്ചേച്ചി അവിടെ ആടിനെ ഒന്ന് കൂട്ടിക്കയറ്റാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കല്യാണത്തിന് പോകാനുണ്ട് എന്നാണ് പറഞ്ഞത്. അവർ ആടൊക്കെ കിണറി വീണ് ചത്തു പോയിട്ടുണ്ട്, കുഞ്ഞാടിട്ട. അമ്മച്ചി പിന്നെ ഞാനങ്ങോട്ട് നടക്കുമ്പോൾ അമ്മച്ചി അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കണ്ടോ, നല്ല ക്യൂട്ടായ ആടിൻകുട്ടിയാണ്. തങ്കച്ചേച്ചിക്ക് കല്യാണത്തിന് പോകാനുണ്ട്, എന്നാലും അതിനെ കെട്ടാണ്ട് പോകാൻ പറ്റുമോ? ആ ആടിൻ്റെ എന്നെ ഇഷ്ടമാണ്, ആടിന് എനിക്ക് അവനെ ഇഷ്ടമാണ്. ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്സാണ് കേട്ടോ, ഫ്രണ്ട്സ്. ഈ ഒരു കോൺസെൻട്രേഷൻ പോയത് കൊണ്ടാണ് ഞാൻ 2 തവണ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞത്. ഇത് അതിൻ്റെ നേരെ സൈഡിൽ തന്നെയായിട്ട് ഒരു പശുവിനെയും പോത്തിനെയും കെട്ടുന്നൊരു റബ്ബർ തോട്ടമാണ്. ആ വഴി അങ്ങോട്ട് പോകും. എന്താണ് അൻവർ സാദിത്തൊക്കെ അവിടെ ചെന്ന് നിൽക്കുന്നത്, സോറി UDF ഒക്കെ അവിടെ ചെന്ന് നിൽക്കുന്നത്. നീ നല്ലൊരു ബൈക്ക് ഇത്ര നേരം ഉണ്ടായിരുന്നില്ല, ഞാൻ വിഗാമിയില്ല ബൈക്ക് വാങ്ങും. കനാലിക്കാട് വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട്. ഇവിടെ അടുത്തൊരു വീട്ടിലൊരു ചേട്ടൻ മരിച്ചുപോയി. ഇന്നലെ പള്ളി പെരുന്നാളായിരുന്നു. ആ പള്ളി ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ അന്ന് എൻ്റെ പിറന്നാളായിരുന്നു, അതായത് ബർത്ത്ഡേ ആയിരുന്നു. വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അപ്പോൾ ഞാൻ മറന്നുപോയി. കേക്ക് കിട്ടിയപ്പോൾ എല്ലാം ഞാൻ മറന്നുപോയി. നല്ല ഭംഗിയില്ലേ കാണാൻ? ഒന്ന് ശ്വാസമിടട്ടെ. എനിക്ക് ഏറ്റ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ദൈവമേ, അമ്മച്ചിയോട് പറഞ്ഞപ്പോൾ എന്നെ അമ്മച്ചി കളിയാക്കുന്നു ഗൈസ്. പാവം, എനിക്ക് അപ്പൂനും ഉള്ള ആൾക്കാരെന്നാണ് ഗൈസ് ഞാൻ അവിടെ പറഞ്ഞത്. കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ എൻ്റെ ബർത്ത്ഡേ ആണ്, പെരുന്നാളായിരുന്നു. ചേട്ടൻ മരിച്ചു പോയത് അന്ന് തന്നെ അവിടുത്തെ സാധനങ്ങളൊക്കെ മാറ്റി, കടകളൊക്കെ അകത്ത് കുറേ സ്ഥലമൊക്കെ ഉണ്ട്.
ഈ ഇടവഴി ഇവിടെ ഞാനും എൻ്റെ അമ്മ കുറച്ച് ദൂരം ഉണ്ട് അങ്ങോട്ട് പോകാൻ, വളരെ കുറച്ച് ദൂരം. അതും പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ബ്രൂണോൻ്റെ എന്നൊരു ക്ഷീണം എനിക്ക് ബ്രൂണോൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അത് പണ്ടൊരു കുടുംബശ്രീ ആർക്ക് ഈ ഐസ്ക്രീം ഒന്നും എനിക്ക് അവനെ തൊടാൻ പറ്റുന്നില്ല ഗൈസ്. എൻ്റെ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഐസ്ക്രീമും കൊണ്ടിരിക്കുന്നത്. ഈ ഐസ്ക്രീം ഒന്ന് ഞാൻ തിന്ന് തീർക്കട്ടെ കേട്ടോ. പിന്നെ എനിക്ക് മുടിയൊക്കെ ഇങ്ങോട്ട് ചൂടെടുക്കുകയാണ് ഗൈസ്, വേർത്ത് ഒലിക്കുന്നു ഞാൻ. അയ്യ ഇത് കണ്ട ഈ പരിവാക്കിയിട്ടുണ്ട് ഞാൻ എവിടെ പോയാലും അതെ. എനിക്കറിയാവുന്ന റോഡിലാണെങ്കിൽ ഞാൻ വാരി വലിച്ച് കിട്ടും. ഇനി വാ നമുക്ക് മാർക്കോനെ തോണ്ടാൻ പോവാം. മാർക്കോ ഞാൻ ഓടുവാണ് കേസ് അങ്ങോട്ട്. ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. അതിൻ്റെ വോളിയം മാറ്റാൻ മറന്നുപോയാന്നിട്ടാവും. ഇതൊരു കുമ്പളങ്ങിൽ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേസ്. ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കുമ്പളങ്ങി ചൊറിഞ്ഞുകൊണ്ടാണ്. നിൻ്റെ വാപ്പിടിക്കും ഞാൻ വായിൽ. ഞാൻ അമ്മച്ചീനെ കളിയാക്കുവാണ്. നിൻ്റെ കൈ ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൈ പുറത്തിരിക്കാൻ പറ്റാതെ ആക്കറി കിട്ടാൻ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മൂക്കിലൊക്കെ ഞാൻ തോണ്ടാൻ പോയിട്ടുണ്ടായിരുന്നു. അവനെന്നെ മണക്കുക.